എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരോട് ഇന്നത്തെ സംസാരം അവരോടാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ആഗ്രഹിച്ച മാറ്റം വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത്. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പ്ലാനുകൾ ചെയ്യുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരികെ പോകുന്നു. പലരും പറയും, എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് എൻ്റെ സമയം ശരിയില്ലാത്തത് കൊണ്ടാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത് കൊണ്ടാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, പക്ഷേ സത്യം അതല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പലപ്പോഴും പ്രശ്നം നമ്മുടെ കഴിവില്ലായ്മയല്ല, അറിവില്ലായ്മയല്ല. പ്രശ്നം നമ്മുടെ വിദ്യാഭ്യാസമില്ലായ്മയല്ല, നമ്മുടെ സാഹചര്യങ്ങളുമല്ല. എന്താണ് അപ്പോൾ യഥാർത്ഥത്തിൽ വിഷയം നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായി രൂപപ്പെട്ട ചില പഴയ തിരിച്ചറിയലുകളാണ്, എക്സ്പീരിയൻസുകളാണ് നമ്മളെ അങ്ങനെയാക്കി മാറ്റുന്നത്. നോക്കൂ, നിങ്ങൾ നിങ്ങളെ ഉള്ളിൽ എങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെയാണ് നിങ്ങൾ പുറത്തുള്ള ജീവിതവും നിർമ്മിക്കുന്നത്. ഒരു വ്യക്തി ഉള്ളിൽ തന്നെ ഞാൻ പരാജയപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചാൽ അവൻ വിജയത്തിനുള്ള അവസരം വന്നാലും പൂർണ്ണമായി അത് മനസ്സിലാക്കില്ല എന്നുള്ളതാണ് സത്യം. ഒരു വ്യക്തി ഉള്ളിൽ തന്നെ എനിക്ക് അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചാൽ എത്ര സാധ്യതകൾ വന്നാലും അത് നമ്മളിൽ നിലനിൽക്കില്ല. ഒരു വ്യക്തി ഉള്ളിൽ എനിക്ക് സന്തോഷത്തിന് അർഹതയില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും അല്ലെങ്കിൽ നല്ല ബന്ധങ്ങളും നല്ല അവസരങ്ങളൊക്കെ ഉണ്ടായാലും മനസ്സ് അതിനെ സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജീവിതത്തിൽ മാറ്റമുണ്ടാവണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലുള്ള തിരിച്ചറിയലുകളെ മാറ്റണം. അപ്പോൾ നമ്മുടെ ചോദ്യം സ്വാഭാവികമായിട്ട് വരും, ഈ തിരിച്ചറിയലുകൾ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉണ്ടായത്? അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ ഉണ്ടായതിന് കാരണം മുൻകാല തിരിച്ചറിയലായതുകൊണ്ട്, എക്സ്പീരിയൻസുകളായതുകൊണ്ട് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? ഇവിടെയാണ് മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ടവർ, നമ്മൾ സ്ഥിരമായി ഓരോ ക്ലാസ്സുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒറ്റ കാര്യത്തെക്കുറിച്ചാണ്. നോക്കൂ, നമ്മുടെ ജീവിതം, നമ്മൾ ഇപ്പോൾ ഉള്ള ജീവിതം നമുക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ കാല ജീവിത അനുഭവങ്ങളിൽ നിന്നാണ്. അതാരുടെയും തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പല വിശ്വാസങ്ങളും നമ്മുടെ ബാല്യകാലം മുതൽ രൂപപ്പെട്ടു വന്നതാണ്. കുട്ടിക്കാലത്ത് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കാണും, നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല, നീ എവിടെ മിണ്ടാതിരിക്ക്, നീ വലിയ സ്വപ്നങ്ങളൊന്നും കാണേണ്ട, പണം സമ്പാദിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്, നമ്മളെ പോലുള്ളവർക്ക് വലിയ നിലയിലെത്താൻ പറ്റില്ല. ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ചെറുപ്പകാലം മുതലേ കേട്ട് 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 വന്നതാണ്. അത് കേൾക്കുമ്പോൾ, ഞാനിപ്പോൾ പറഞ്ഞപ്പോഴും അത് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്കത് ചെറിയ വാക്കുകളായി തോന്നിയേക്കാം. പക്ഷേ ആ വാക്കുകൾ പലപ്പോഴും മനസ്സിൽ ഒരു മുദ്രയായി പതിയുന്നു എന്നതാണ് സത്യം. ഞാനിവിടെ മനസ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, മനസ്സ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബ്രെയിനിനെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓട്ടോമാറ്റിക് സേവായി കിടക്കും. ഇപ്പോൾ ഒരു കുട്ടി ചെറുപ്പം മുതൽ കേൾക്കുകയാണ്, നിന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, നീ ശരിയല്ല എന്ന് വെറുതെ പറയുന്ന വാക്കായിരിക്കാം. നമ്മൾ നമ്മളെ മക്കളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ പിന്നീട് അവൻ വളർന്നു വരുമ്പോഴും അവൻ്റെ കഴിവിൽ സംശയമുണ്ടാകുമെന്നുള്ളതാണ് കാര്യം. കാരണം എന്താ? അവൻ കേട്ടു പറഞ്ഞ ഈ വാക്കുകൾ ഇതിൽ നടന്നിരിക്കും. ഒരു കുട്ടി ചെറുപ്പകാലം മുതലേ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ പണത്തെക്കുറിച്ചുള്ള വഴക്കുകളാണ്. വീട്ടിൽ പണം എന്ന് പറയുന്നത് ഒരു സമാധാനക്കേടുണ്ടാക്കുന്നതായിട്ട് അവൻ കാണുന്നു. എന്താ സംഭവിക്കുക? അവൻ എപ്പോൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും
പണം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഐറ്റമായിട്ടല്ല, അവിടെ ഒരു ഭയത്തിൻ്റെ ഐറ്റമായി അവൻ മാറ്റും. ഒരു കുട്ടി ചെറുപ്പം മുതലേ സ്നേഹം ലഭിക്കാൻ അല്ലെങ്കിൽ സ്നേഹം അനുഭവിച്ചിട്ടില്ല എങ്കിൽ ആ സ്നേഹം എന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ അവന് വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും വഴക്കാണ് അവന് ഓർമ്മ വരുന്നതെങ്കിൽ, അങ്ങനെയാണ് അവൻ കണ്ടു വളർന്നതെങ്കിൽ, അവൻ എവിടെ സ്നേഹത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ആദ്യം വരും വഴക്കിൻ്റെ കാര്യം. ഇതാണ് നമ്മുടെ യഥാർത്ഥ സംഭവം. അപ്പോൾ നമ്മുടെ പഴയ അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. അവിടെ എന്താണ്? അതാണ് നമ്മുടെ ഭാവിയെ മാറ്റുന്നത്. അപ്പം നമ്മുടെ ബാല്യകാലത്തിലുണ്ടായ കുറേ കാര്യങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്തെടുക്കണം. എനിക്ക് കഴിയില്ല, ഇനിയുള്ള യാത്രയിൽ നമ്മളത് ഒരു ടൈം വെച്ചത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മളിതിൽ മാറ്റമുണ്ടാക്കേണ്ടത്. അപ്പം നമുക്ക് നമ്മളുടെ ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കിയാൽ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ ഭയങ്ങളെ, നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ചിന്താഗതികളെ നമ്മൾ മനസ്സിലാക്കിയാൽ ചെറിയ 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 മാറ്റപ്പെടുത്തലിലൂടെ എനിക്ക് കഴിയില്ല, ഇപ്പോൾ നേരത്തെ നിഖിലയോട് പറഞ്ഞ പോലെ എനിക്കത് നമ്മൾ കഴിയില്ല എന്നതിന് പകരം നമ്മൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് മറ്റുള്ളവരെ ഹെൽപ്പ് എടുക്കുക. നല്ലതാണ്, തെറ്റൊന്നുമില്ല. ഇത് എനിക്ക് പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിച്ച ആ നിമിഷം, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം നമുക്ക് തേടാമെന്ന് ഞാൻ വിചാരിക്കുന്ന ആ നിമിഷം മാത്രമേ നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ. ആ നിമിഷം നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് ഞാനിത് എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, എനിക്കിത് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ, എനിക്കിത് കഴിയില്ല എന്ന് പറയുന്ന ആ നിമിഷം എനിക്കിത് പഠിക്കാൻ കഴിയും എന്നൊരാൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ, എനിക്ക് വളരാൻ കഴിയും എന്നൊരാൾ കൺഫർമേഷൻ കൊടുത്താൽ, എനിക്ക് മാറാൻ കഴിയുമെന്നൊരാൾ കൺഫർമേഷൻ കൊടുത്താൽ, ദ തിങ്സ് വിൽ സ്റ്റാർട്ട്. എന്തും, നിങ്ങൾക്ക് എന്ത് തന്നെ ഉണ്ടോ അതെല്ലാം മാറ്റാൻ പറ്റും. പക്ഷെ അകത്ത് കിടക്കണ പിന്നെയും ഉണ്ടാവും, പക്ഷെ മാറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കാം. ഒരാൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും രീതിയിലെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ, ആ ബാഡ് ഹാബിറ്റ്സ് വരുന്ന സമയത്ത് അന്നേരം അയാൾ സ്റ്റോപ്പ്. എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, എന്തുകൊണ്ട് എനിക്ക് ചെയ്യുന്നത് മാറ്റാൻ പറ്റില്ല? എനിക്ക് മാറ്റാൻ പറ്റും. സോ മേക്ക് എ സീൽ യുവർ സെൽഫ്, സേ ദാറ്റ് എനിക്ക് മാറ്റാൻ പറ്റും, എനിക്ക് പറ്റാതെ ആർക്ക് പറ്റും? സോ ആ സമയത്താണ് നമ്മൾ നമ്മളോട് ചലഞ്ച് ചെയ്യേണ്ടത്. തോൽക്കാനുള്ള ചലഞ്ചല്ല, ജയിക്കാനുള്ള ചലഞ്ച്. ഇപ്പം നിങ്ങളോട് ഇന്നിപ്പോൾ ഞാനിപ്പോൾ പറയാം, നിങ്ങളിപ്പോൾ ഇനി അടുത്ത 60 ദിവസം 5 മണിക്ക് എഴുന്നേറ്റിരിക്കുന്നതിന് ചലഞ്ചാണ്. നിങ്ങൾ 5 മണിക്ക് ഇരിക്കുമ്പോൾ ഞാൻ 3 മണിക്ക് 3:30 മണിക്ക് എഴുന്നേറ്റ്, അത് ചലഞ്ചാണ്. തോറ്റേക്കരുത്, തോൽക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ആരോടെ തോൽക്കുന്ന? നിങ്ങൾ തോൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റാരോടും അല്ല തോൽക്കുന്നത്, നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് തോൽക്കുന്നതെന്ന് ഓർക്കുക. അതിനേക്കാളും വലിയ തോൽവി വേറെ ഒന്നും സംഭവിക്കാനില്ലെന്ന്. എവിടെ നിങ്ങൾ എവറസ്റ്റ് കയറാൻ പറ്റിയില്ലെങ്കിലും യാതൊരു വിഷയമില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളോട് തോൽക്കുക എന്ന് പറയുന്നത് ഒരു ഭൂലോക തോൽവിയാണ്. അതുകൊണ്ട് തോൽക്കാൻ നിങ്ങൾക്ക് ആരും തയ്യാറല്ലല്ലോ. എല്ലാവരും എഴുന്നേറ്റ് ചെയ്യണം. ഒന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ്, തോൽക്കാൻ ഞാൻ തയ്യാറല്ല. എല്ലാവരും ടൈപ്പ് ചെയ്തേ, തോൽക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഓൾഡ് പാറ്റേണിനെ പിന്തുടരുന്നു എന്നത് ഞാൻ തൽക്കാലം മാറ്റിവെക്കുന്നു. നമുക്ക് മാറ്റങ്ങൾ വേണം, അത് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഞാൻ ആ പഴയ ശീലം ആവർത്തിക്കില്ലെന്ന് കൺഫർമേഷൻ കൊടുക്കണം. അങ്ങനെ എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഹൗ എ ന്യൂ ഐഡൻറ്റിറ്റി ഈസ് ക്രിയേറ്റഡ്. എങ്ങനെ ഒരു പുതിയ ഐഡൻറ്റിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരമായി പഠിപ്പിച്ചുകൊണ്ട്. പഴയ ഐഡൻറ്റിറ്റി നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്നെ പോലുള്ള ഒരാൾക്ക് ഇവിടെ യാതൊരു സ്പേസും ഇല്ല. അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ തിരിച്ചറിവുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നതിന് ഇത് 3 ഘടകങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3 ഘടകങ്ങൾ. ഒന്നാമത്തത് തിരിച്ചറിയൽ ഉണ്ടാക്കുക എന്നുള്ളത്, അവെയർനെസ് എന്ന് പറയുന്ന കാര്യം. എഴുതി വെച്ചോളൂ, ഇത് വളരെ കൃത്യമായി നിങ്ങൾ പാലിക്കേണ്ട 3 ഘടകങ്ങളെ നിങ്ങൾ മാറ്റപ്പെടുത്താൻ ആവശ്യമുള്ളൂ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പഴയ കാര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റണം. അവനവനോട് ചോദിക്കുക, ഞാൻ എന്നെക്കുറിച്ച് ഉള്ളിൽ എന്താണ് വിശ്വസിക്കുന്നത്? ഞാൻ ഭാഗ്യവാനല്ല,
എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല, എനിക്ക് കാശ് ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് പബ്ലിക് സ്പീക്ക് ചെയ്യാൻ അറിയില്ല, ഞാൻ പണത്തിൽ വളരെ വീക്കാണ്, എനിക്ക് ആളുകളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയുന്നില്ല. അങ്ങനെ 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 നമ്മൾ വിശ്വസിച്ച് വച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് വേണ്ടാത്തതാണോ വേണ്ടുന്നതാണോ എന്ന് അവെയർനെസ് നടത്തുക, തിരിച്ചറിയുക. ഇവയിൽ ഏതെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ കുറ്റബോധത്തോടെ ഒന്നും കാണേണ്ട. ഇതെന്ത് തന്നെ നിങ്ങൾക്ക് ഗുഡ് ബാഡ് എന്ത് തന്നെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട. അതിനെ ശാന്തമായി കാണുക. എന്നിട്ട് പറയുക, എൻ്റെ ഉള്ളിൽ, പറയുക എന്നതിനകത്ത് നിങ്ങൾ വാഗൊണ്ട് പറയല്ല, നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ഉള്ളിൽ ഈ വിശ്വാസം ഉണ്ട്, പക്ഷെ ഞാനത് മാറ്റാൻ പോകുകയാണ് എന്നുള്ള തീരുമാനം അവിടെ എടുക്കുക. മനസ്സിലാക്കുക, അവയർനെസ് ഇല്ലാതെ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമാവില്ല. അപ്പൊ അവനവൻ എടുക്കുന്ന തീരുമാനത്തിലൂടെ മാത്രമേ അവനവനെ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത്, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. എവരി മാൻ ഈസ് ആൻ ആർക്കിടെക്ട് ആൻഡ് ക്രിയേറ്റർ ഓഫ് ഹിസ് ഓൺ ലൈഫ്. അതിനപ്പുറത്തേക്ക് ഒരു സിദ്ധാന്തത്തിനും യാതൊരു പ്രസക്തിയില്ല. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ജീവിതം മുഴുവൻ നിർണ്ണയിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പ്രോഗ്രാംസ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ദൈവിക ചിന്തകളും മറ്റെല്ലാം നമുക്ക് നമ്മുടെ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അല്ലാതെ മറ്റു ഒരു കാര്യങ്ങളും ഇതിനകത്തില്ല. കുറച്ചൊക്കെ നമുക്ക് സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ബ്രെയിൻ കണക്ട് ആവുന്നത് കൊണ്ട് ആ സാഹചര്യങ്ങളെ കൂടി നമ്മൾ എടുക്കണം. അത് വീണ്ടും ബ്രെയിൻ തന്നെയാണ് അതിന് കാര്യപ്പെടുന്നത്. അപ്പോൾ അവയർനെസ് ഇല്ലാതെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് അവയർനെസ് എന്ന് പറയുന്നത് മറ്റൊരു സെൽഫ് അവയർനെസ് ഇല്ലാതെ ട്രാൻസ്ഫോർമേഷൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ തീരുമാനമെടുക്കുക. അപ്പൊ ഇന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം, എന്നാണോ നിങ്ങൾ മാറ്റത്തിന് തയ്യാറാണ് അന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം, മേക്ക് എ ന്യൂ ഡിസിഷൻ. ഞാൻ ആ പഴയ വ്യക്തിയല്ല. മിനിയാന്ന് മുതൽ നിങ്ങൾ തീരുമാനിച്ചല്ലോ അല്ലേ? തീരുമാനിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പൊ എല്ലാവരും വന്നിരിക്കുന്നത്. ഞാൻ ആ പഴയ വ്യക്തിയല്ല, ഞാൻ പഴയ ഭയത്തിന്റെ അടിമയല്ല, ഞാൻ ദിവസേന എൻ്റെ പുതിയ ജീവിതം നിർമ്മിക്കുന്ന വ്യക്തിയാണെന്ന് തീരുമാനിക്കണം. ഓരോ ദിവസവും ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ, പുതിയതിലേക്കുള്ള യാത്രയാണ്. ഇന്നലെ വരെ നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചില്ലേ? ഇന്ന് മുതൽ നിർബന്ധമായി നിങ്ങൾ വായിക്കണം. ഇന്നലെ മുതൽ നിങ്ങൾ ചായ കുടിച്ചിരുന്നോ? നിങ്ങൾക്ക് ചായ ഇഷ്ടല്ലേ? ഇന്ന് മുതൽ നിങ്ങൾ നിർത്തണം. അങ്ങനെ ഒരു പുതിയ ഐഡന്റിറ്റി ഒരു വലിയ സംഭവം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല, ചെറിയ ചെറിയുള്ള ദിവസേനയുള്ള തീരുമാനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അറിയുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയ്യോ എഴുന്നേൽക്കണമല്ലോ, ലേറ്റ് ആയി പോയല്ലോ എന്ന് ചിന്തിച്ച് എഴുന്നേറ്റിരുന്നായിരുന്നു ഇത്രയും കാലമെങ്കിൽ, ഇന്ന് നിങ്ങൾ ശാന്തനായ വ്യക്തിയായി എഴുന്നേൽക്കണം, ഉത്തരവാദിത്വമുള്ള വ്യക്തിയായി പ്രവർത്തിക്കണം, വളർച്ചയെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കണം. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിന് സൃഷ്ടാവായി ജീവിക്കുമെന്ന് തീരുമാനിക്കണം. വളരെ ലളിതമാണ്. അവനവന്റെ ജീവിതത്തിന് ഉത്തരവാദിത്വം അവനവൻ ഏറ്റെടുത്താൽ മതി. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇന്നലെ നിങ്ങൾക്ക് സംഭവിച്ച, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദി നിങ്ങളുടെ വീട്ടിലുള്ള മക്കളും മരുമക്കളും അല്ലേ? അല്ലെങ്കിൽ മക്കളും ഭർത്താവും അല്ലേ? ആണോ? അല്ലേ? അല്ലെങ്കിൽ അയൽവാസിയല്ലേ? അല്ലെങ്കിൽ മറ്റൊരാളല്ലേ? ഓഫീസിലെ ആളല്ലേ? ആണോ? അല്ലേ? സ്വർണം ആരാ ഉത്തരവാദി? അല്ലെ ഞാനാണോ ഇന്നലെയൊക്കെ സംഭവിച്ചത് ഉത്തരവാദി? നിങ്ങൾ ഉത്തരം പറഞ്ഞു നോക്കട്ടെ. ആ ആളെ പേരൊന്ന് എഴുതി പറഞ്ഞു നോക്കി. ഇന്നലെ നിങ്ങൾക്ക് സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾക്കും ഉത്തരവാദി ആരാ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ വഴക്ക് പറഞ്ഞപ്പോഴേ നിങ്ങൾ ആകെ കൺട്രോൾ പോയത്? രാവിലെ വന്നപ്പോൾ മകൻ വന്ന് ചായ ചോദിച്ചപ്പോഴേ നിങ്ങൾക്ക് ഇവൻ എന്നും ചായ ചോദിക്കാൻ തോന്നി അല്ലേ? ആരാ ഉത്തരവാദി? യെസ്, ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലേ? ആ പേര് എഴുതുമ്പോൾ ആ ആളുടെ പേരാണ് കണ്ണാടിയിലോ അല്ലെ പാസ്പോർട്ടിലോ ഒക്കെ ഉള്ളത് എന്ന് നിങ്ങൾ സ്വയം നോക്കിയാൽ മതി. ഐഡന്റിറ്റി കാർഡ് വയ്ക്കില്ല ആൾക്കാർ, ഐഡന്റിറ്റി കാർഡ് വയ്ക്കില്ല. അപ്പൊ അതിലൊരു പേര് കാണും. നിങ്ങൾ സെൽഫ് ഐഡന്റിറ്റി തരുമെന്ന് എവിടെയും ചോദിക്കുമ്പോൾ അതിലൊരു പേര് കാണും. ആ വ്യക്തിയാണ് അതിന് മുഴുവൻ ഉത്തരവാദി, അല്ലാതെ വേറെ ആരുമില്ല. ഈ ആളാണ് മുഴുവൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇത്രയും വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? ദിവസേന പുതിയ തെളിവുകൾ സൃഷ്ടിക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്.
ഡെയിലി എവിഡൻസ് ഉണ്ടാക്കുക. എന്താണ്? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ദിവസേന അതിനുള്ള പുതിയ തെളിവുകൾ സൃഷ്ടിക്കണം. നിങ്ങൾ സ്ഥിരമായിട്ട് രാവിലെ അഫർമേഷൻ പറയാണ്, ഞാൻ ആരോഗ്യമുള്ള വ്യക്തിയാണ്. ആരോഗ്യം എങ്ങനെ ഉണ്ടാവും? ആരോഗ്യമുണ്ട് തെളിയിക്കണം. ഒരു 10 മിനിറ്റ് നടക്കാൻ റെഡിയാണോ? ഏയ്, ഞാൻ നടക്കുന്നില്ല. ഈ ആക്ഷനാണ് നിങ്ങളുടെ തെളിവ്. നിങ്ങൾ എല്ലാ ദിവസവും പറയാണ്, ഞാൻ സാമ്പത്തികമായി ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ സമ്പന്നനാണ് എന്ന് പറഞ്ഞ് മത്തി മേടിക്കാൻ പോയാൽ നിങ്ങൾ ആദ്യം നോക്കൂ, കിട്ടുമോ 100 രൂപയ്ക്ക് 10 എണ്ണം? എത്ര ചെലവാക്കി, വീട്ടിലെന്ന് എത്ര ചെലവാക്കി എന്നതിന് യാതൊരു കൈയും കണക്കുണ്ടാവില്ല. തെളിയിക്കുക. ഞാൻ സാമ്പത്തികമായി ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു കണക്കും കയ്യും ഇല്ലാതെയാണ് ചെലവാക്കുന്നതെങ്കിൽ അത് ഒരിക്കലും ശരിയായ പ്രവർത്തനമല്ല. നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരാളോട് ധൈര്യമായി സംസാരിക്കാൻ പോവുകയാണെങ്കിൽ പറയും, യോ പേടിയാത്തു, ആത്മവിശ്വാസമുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ല. അപ്പോ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെറിയ ചെറിയ ആക്ഷനുകളിലൂടെ തെളിവുകൾ സൃഷ്ടിക്കുമ്പോൾ മനസ്സ് പതിയെ പതിയെ അത് വിശ്വസിക്കാൻ തുടങ്ങും. ഞാൻ മാറുന്നുണ്ട് കേട്ടോ. ദിസ് ഇസ് ദ പോയിന്റ്. അപ്പോ അടുത്ത 7 ദിവസങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുക, ഇത്തരം കാര്യങ്ങളെ ഓരോ ദിവസവും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ മാറ്റം വരുത്തുന്നു എന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ആപ്പിൽ അത് എഴുതിയിടാനുള്ള സ്ഥലമുണ്ട്, നിങ്ങൾ സ്വയം എഴുതിയിടുക. നിങ്ങൾ തന്നെ മോണിറ്റർ ചെയ്യും. മറ്റാർക്കും കാണാൻ പറ്റില്ല. നിങ്ങൾ എഴുതുന്നതും ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതും ലോഗ് ഔട്ട് ചെയ്യുന്നതും മാത്രമേ കാണാൻ പറ്റുള്ളൂ. മറ്റൊന്നും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ മാറ്റപ്പെടുത്തുന്നുവെന്ന് സ്വയം തീരുമാനിക്കുക. എല്ലാവരും തീരുമാനിക്കുക. വായനയും അറിവും എല്ലാവർക്കും ആവശ്യമാണ്. അതിലൂടെ മാറ്റപ്പെടുത്താൻ എല്ലാവരും തയ്യാറാണ്. എഴുന്നേറ്റത് കൊണ്ട് മാത്രം കാര്യമില്ല. വാട്ട് ആക്ഷൻ യു ടേക്ക് ആഫ്റ്റർ. എല്ലാവർക്കും അങ്ങനെ ആവട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. മിറാക്കിൾ മോർണിംഗിൽ നിങ്ങളുടെ പ്രാക്ടീസുകൾ, മറ്റു കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്നവരോട് പറയുന്നത്, നമ്മൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ മാറ്റപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും സന്തോഷകരമായ മാറ്റം ഉണ്ടാവണം. എല്ലാവരും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ചിരിച്ച്, എല്ലാവരും ചിരിച്ച് എല്ലാവരും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ഓരോ ദിവസത്തെയും സമീപിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താ പറയുക, മറ്റുള്ളവർ എന്തോ ഒരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ, അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ? അങ്ങനെ ആണെങ്കിൽ ആൾക്കാരോട് പണ്ടത്തെ ആ വ്യക്തിന് വേണ്ട, അവരെ മറന്നേക്കുക, പുതിയ ആളായി നമ്മൾ മാറാൻ സാധിക്കണം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും